Y'all welcome back. മൊത്തത്തിൽ മെസ്റ്റപ്പ് ആയിട്ടിരിക്കുക കേട്ടോ. ഞാന് വാസ് ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. എന്റെ സിസ്റ്ററിന്റെ ഡെലിവറി ഒക്കെ ആയിട്ട് അപ്പൊ ഒത്തിരി എന്താ പറയാ ബുദ്ധിമുട്ടൊക്കെ ആയി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇത്തിരി ഒരു ഡൗൺ ആണ്. എവറിത്തിങ് ഇസ് ഫൈൻ, പറ്റുന്നില്ല, ഉറക്കമൊന്നും ഇല്ലാത്തതിന്റെ ഇത്തിരി ഡൗൺ ആണ്. നമ്മൾ ഇന്നലെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 അല്ല 3 ക്വസ്റ്റ്യൻസ്. ലേഡി ഡോക്ടർ അത് വരെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. സെക്ഷൽ ഹറാസ്മെന്റ് എന്താണ് കേസ് സ്റ്റഡി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സെക്ഷൽ ഹറാസ്മെന്റും കേസ് സ്റ്റഡി, അതിന്റെ ഒരു 2 കേസ് സ്റ്റഡി എങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി ഇത്ര നീട്ടിയൊന്നും എഴുതണ്ട കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത്രയൊന്നും എഴുതണ്ട, ചുരുക്കി കാര്യങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. 20 മാർക്കിനാണെങ്കിലും വായിക്കാം. കേസ് സ്റ്റഡി നന്നായിട്ട് വായിക്കാം. ഞാൻ അതിന്റെ ഒരു കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന സെക്ഷൽ ഹറാസ്മെന്റ്, ലേഡീസ് ഒത്തിരി സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസിൽ നേരിടാറുണ്ട്. വെർബലായിട്ടും, ഞാൻ പറഞ്ഞില്ലേ ചരക്ക്, അതുപോലെ എന്താണ് വെടി, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങള്, അത് പോരാഞ്ഞിട്ട് തോണ്ടല്, അല്ലെങ്കിൽ പോക്ക് കേസ്, ഇങ്ങനെയൊക്കെ ഉള്ള പല ഡ്രസ്സിങ് ഒക്കെ ബുദ്ധിമുട്ടാവാറുണ്ട് കേട്ടോ. സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ് ഇൻക്ലൂഡ് സച്ച് അൺവെൽക്കം സെക്ഷലി ഡിറ്റർമൈൻഡ് ബിഹേവിയർ കേട്ടോ. അൺവെൽക്കംഡ്, ഒരാൾക്ക് താല്പര്യമില്ലാത്ത സെക്ഷലി ഡിറ്റർമൈൻഡ് ബിഹേവിയർ, വെദർ ഡയറക്ട്ലി or by implication, as physical contact and advances, a demand or a request for sexual favor. Demand ചെയ്യാണ്, എന്റെ കൂടെ കിടക്കോ, സെക്ഷൽ ഫേവർ. സെക്ഷലി കളേർഡ് റിമാർക്ക്, കമന്റ്സ് പറയാ, ഷോയിങ് pornography, any other unwelcome physical, verbal or non-verbal conduct of sexual nature, that there are key issues in understanding the concept of sexual harassment at work. അതായത് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് അൺവെൽക്കം ആയിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് വെർബലി ആവാം, ഇൻഡയറക്ട്ലി ആവാം, ഡയറക്ട്ലി ആവാം. അത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലല്ലേ? താങ്ക് യു ഷംന. സ്ക്രീൻ ഷെയർ ഇട്ടിട്ടില്ലായിരുന്നു. ഞാനിവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്തെങ്കിലും പോരായ്മ വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ 2:30 ഒക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നു ഹോസ്പിറ്റൽ. അപ്പം അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നാളെ എക്സാം ആയതിനെക്കൊണ്ട് ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അൺവെൽക്കം ആയിട്ടുള്ള സെക്ഷലി ഡിറ്റർമൈൻഡ് ബിഹേവിയർ ആണ്. അത് ഡയറക്ട്ലി ആവാം, ഇംപ്ലിക്കേഷൻ ആവാം, ഫിസിക്കലി ആവാം, അഡ്വാൻസ് ആവാം, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, സെക്ഷലി ഫേവർ, സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്സ്, പോണോഗ്രഫി കാട്ടിക്കൊടുക്കുക, എനി അതർ അൺവെൽക്കം ഫിസിക്കൽ, വെർബൽ ഓർ നോൺ വെർബൽ കണ്ടക്ട് ആണ്. ഈ സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ് മനസ്സിലാക്കുമ്പോൾ 2 കോൺസെപ്റ്റ് നമ്മൾ, 2 കീ ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് അൺവെൽക്കം, ദ കണ്ടക്ട്. Unwelcome എന്താ? lays the focus on woman's perspective. The focus is on how it affects a woman rather than what was intention of it. അവിടെ ഇന്റൻഷൻ അല്ല. കണ്ടോ? ഇത് പറയുമ്പോൾ ഞാനൊരു കേസ് പറയാണ്. സുരേഷ് ഗോപിയുടെ ഇഷ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ പറയും, ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്. അതായത് എന്റെ സമ്മതം ഇല്ലാതെ എന്റെ ബോഡി ആരെങ്കിലും ടച്ച് ചെയ്താൽ ഐ റിയലി ഫീൽ ഓക്വേർഡ്. അച്ഛന്റെ വാത്സല്യായി, അമ്മയുടെ വാത്സല്യായി, മൂത്താപ്പയുടെ കരുണയായി, എനി അതർ ഇൻസിഡൻസ്, നോ മാറ്റർ, എനിക്ക് ഓക്വേർഡ് ആവും. ആൻഡ് ദാറ്റ് ലേഡി വാസ് ഷോയിങ് കറക്റ്റ് അൺവെൽക്കമിങ് സ്ട്രാറ്റജി. ലൈക്ക് അവള് കൈ തട്ടി മാറ്റുന്നുണ്ടായിരുന്നു, നീങ്ങി പോകുന്നുണ്ട്. പല ആൾക്കാരും ചോദിച്ചതാണ്, അവിടെ നിന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതാണ് പ്രതികരണം. പിന്നെ ഒരു പബ്ലിക്കിൽ നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും? ഇതാണ് അൺവെൽക്കം. അത് വുമൻസ് പെർസ്പെക്റ്റീവാ. ഇപ്പൊ എനിക്കൊരു ടച്ച്, അത് അച്ഛന്റെ വാത്സല്യം ആയിക്കോട്ടെ, അമ്മയുടെ കരുതലായിക്കോട്ടെ, ചേട്ടന്റെ സംരക്ഷണം ആയിക്കോട്ടെ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് കൺവീനിയന്റ് ഫോർ മീ, അതാണ് അൺവെൽക്കം. അതുകൊണ്ട് ക്ലിയർലി ഞാൻ പറയും, സുരേഷ് ഗോപിയുടെ കേസസ് ലൈക്ക് സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ്. ബിക്കോസ് സുരേഷ് ഗോപി തെറ്റുകാരനാണെന്നല്ല, അത് അച്ഛന്റെ വാത്സല്യം കൊണ്ടായിരിക്കാം. പക്ഷെ അതവിടെ ക്ലിയർ ആയിട്ട് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, കൈ തട്ടി മാറ്റുന്നുണ്ട് അല്ലെ, കൈ തട്ടി മാറ്റുന്നുണ്ട്, നീങ്ങി നിൽക്കുന്നുണ്ട്. ബിക്കോസ് ഷീ ഈസ് പോർട്രേറ്റിംഗ് അൺവെൽക്കമിങ്. അവൾ കാണിക്കുകയാണ്, എനിക്കത് വെൽക്കമിങ് അല്ല, നിങ്ങൾ എന്നെ തുടരുത് എന്നുള്ളത് പോർട്രേറ്റ് ചെയ്യുക. അതാണ്
focus on woman's perspective. The focus is on how it affects a woman. Rather than what was the intention of act. Intention of the മകളുടെ വാത്സല്യമാണെന്നൊക്കെ, പക്ഷെ ഇതെങ്ങനെ ഒരു വുമനെ എഫക്ട് ചെയ്യും. സോ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനും അതുപോലെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക. എനിക്കിത് ദേഹത്തെ തൊടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സമ്മതമില്ലാത്ത ഒരാൾ എന്നെ ദേഹത്തെ തൊടുന്നത് ഞാനത് ക്ലിയർ ആയിട്ട് പറയും എന്നുള്ളത്. അപ്പൊ അതാണ് അൺവെൽക്കം. അപ്പൊ ഞാനിത് എന്താണ് നിങ്ങളോട് ഇത് പറയാനുള്ളത്, നിങ്ങളൊരു സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു കേസ് നിങ്ങളടുത്ത് എത്താണ് ആ വുമന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ആൾക്ക് അച്ഛന്റെ വാത്സല്യം, ആൾക്ക് മുത്തപ്പയുടെ സ്നേഹം ഒക്കെ ആയിരിക്കാം. ബട്ട് if a woman says no, it is no. Okay? The conduct should be of sexual nature. Conduct sexual nature right now. For instance, if an employer or superior discriminates against an employee on the basis of gender and denies her promotion, but there is no conduct of sexual nature, it will not amount as sexual harassment. ഒരു sexual conduct അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഒരു പിന്നെ സീനിയർ ഓഫീസർ ഒരാളുടെ പിന്നെ പ്രൊമോഷൻ തടഞ്ഞു വെക്കുകയാണ്, അതുപോലെ തന്നെ അയാളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഒക്കെ പിടിച്ചു വെക്കുകയാണ്, പക്ഷെ അതിൽ സെക്ഷുവാലിറ്റി ഒന്നുമില്ല, അത് സെക്ഷൽ ഹറാസ്മെന്റ് അല്ല. അവിടെ സെക്ഷൽ കണ്ടക്ട് എന്തെങ്കിലും വേണം അല്ലെ? ഇപ്പൊ ടച്ചിങ് യുവർ ബോഡി, ഷോയിങ് സം pornography, അങ്ങനത്തെ എന്തെങ്കിലും സെക്ഷൽ കണ്ടക്ട് വേണം. Thus only conduct of sexual nature comes within the admit of direct sexual harassment. The illustrations below explain what is meant by conduct of sexual nature. അതായത് സെക്ഷൽ നേച്ചർ എന്താണെന്നത് ബാക്കി പറയുന്നുണ്ട്. അപ്പൊ രണ്ട് കാര്യമാണ് വേണ്ടത്. ഒന്ന് അൺവെൽക്കമിങ് ആയിരിക്കണം, ആൾക്ക് താല്പര്യമില്ലാതിരിക്കണം. അതിൽ സെക്ഷൽ കണ്ടക്ട് വേണം, സെക്ഷലി എന്തെങ്കിലുള്ള കണ്ടക്ട് അതിൽ വേണം. ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഇനിയാണ് ഫോംസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ഫസ്റ്റ് വൺ ആണ് ക്വിഡ് പ്രോ ക്വോ. Sexual favors as precondition to environment, increment, promotion. കണ്ടോ? ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്, സെക്ഷലി കൂടെ കിടക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അങ്ങനത്തെ, അതായത് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ, ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ, ജോലി കിട്ടണമെങ്കിൽ ഒരു സെക്ഷൽ ഫേവർ അവര് മുന്നേ ചെയ്യണം. അതിനെയാണ് quid pro quo എന്ന് പറയുന്നത്. This means that a woman would get benefits of being employed or promoted or get an increment or a raise in grade or academic acknowledgement or recommendation only if she consent to the harassment. കേട്ടോ, ഹറാസ്മെന്റ് കൺസെന്റ് കൊടുത്താൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇൻക്രിമെന്റ് കിട്ടത്തുള്ളൂ, പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. അതിനെയാണ് ക്വിഡ് പ്രോ ക്വോ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും അവളുടെ ആവശ്യങ്ങൾക്ക് അവള് കൺസെന്റ് കൊടുക്കേണ്ടി വരുന്നു. In other words, the consent of sexual acts was not freely given by the woman. Freely കൊടുക്കല്ല, താല്പര്യത്തോട് കൊടുക്കല്ല, നിർബന്ധിതമാവുകയാണ്. She consented under pressure that she could lose the rightful benefit if she did not consent. കൺസെന്റ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സാധനം കിട്ടാതിരിക്കും. അതിനെയാണ് ക്വിഡ് പ്രോ ക്വോ എന്ന് പറയുന്നത്. അടുത്താണ് retaliatory. Refusal to provide sexual favors result in attacks against the employee. അതായത് ഈ സെക്ഷൽ ഫേവർ അവളെ റെഫ്യൂസ് ചെയ്യണം, പറ്റൂല എന്ന് പറയാവുമ്പോ അവളെ ബ്ലാക്ക് ക്യാഷ് ചെയ്യണം, അതായത് അവളെ കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥയാണ്. This could be in the form of giving low marks, failing the student in academic institution, or denying increment, promotion, professional opportunities to women in the working environment. കണ്ടോ, കോളേജിലൊക്കെ ആണെങ്കിൽ മാർക്ക് കുറയ്ക്കുക, ഇൻക്രിമെന്റ് കൊടുക്കാതിരിക്കുക, പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക. കണ്ടോ, ഇതാണ് റിറ്റലീഷ്യറി എന്ന് പറയുന്നത്. അതായത് അവൾ ആ സെക്ഷൽ ആയിട്ടുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു പിന്നെ ഫേവർ അവള് തള്ളിക്കളയുമ്പോൾ അവളുടെ കാര്യങ്ങൾ പിടിച്ചു വെക്കുക. അതാണ് റിറ്റലീഷ്യറി എന്ന്. ഇനി ഹോസ്റ്റൈൽ വർക്കിംഗ് എൻവയോൺമെന്റ് ആണ്. വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് ബിക്കം സെക്ഷലൈസ്ഡ് ടു ആൻ എക്സ്റ്റെന്റ് ദാറ്റ് എംപ്ലോയീസ് എബിലിറ്റി ടു വർക്ക് ഇസ് എഫക്റ്റഡ്. അവിടെ വർക്ക് എഫക്ട് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. ദിസ് ഇസ് വെയർ ദ perpetrator may not directly harass someone, but he put up a gender sensitive poster, insist on gender sensitive computer screens, display pornography, say low-lived jokes loudly and so on, which make it extremely uncomfortable for women to work in that environment. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ സിനിമ കണ്ടിട്ടുണ്ടോ? സംയുക്ത വർമ്മയുടെ മോഹൻലാലിന്റെയും സിനിമ. അതിൽ ശരിക്കും ഹോസ്റ്റൈൽ വർക്കിംഗ് എൻവയോൺമെന്റ് കാണിക്കുന്നുണ്ട്. ജോക്സ് പറയാ, പോണോഗ്രാഫി എന്നുള്ള ജോക്സ് പറയാ, അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ നോക്കുക, ഇതൊക്കെയാണ് ഹോസ്റ്റൈൽ. അതായത് അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. ഇതാണ് ഹോസ്റ്റൈൽ വർക്കിംഗ്. ഓക്കെ ആണോ? അപ്പൊ 3 ടൈപ്പാണ്.
form sexual harassment, quid pro quo, retaliatory, and third one hostile working environment. മൂന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞേ ഇനിയാണ് some case studies on sexual harassment. ഇന്ത്യയിൽ നടന്ന കുറച്ച് കേസ് സ്റ്റഡീസ് ആട്ടോ, സെക്ഷൽ ഹറാസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് സ്റ്റഡീസ് ആട്ടോ. KPS Gill case ആണ് ഫസ്റ്റ് വൺ. റൂപ്പൻ ഡിയോൾ ബജാജ് എന്ന ആള് സ്പെഷ്യൽ സെക്രട്ടറി ഫിനാൻസ് ആസ് ആൻ IAS ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. 1998 റൂപ്പനും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും ഒരു പാർട്ടിക്ക് പോയി, ഹോസ്റ്റഡ് ബൈ പഞ്ചാബ് ഫിനാൻഷ്യൽ കമ്മീഷൻ SL Kapoor in Chandigarh, for which they had been invited. അതായത് ഈ റൂപ്പനും അവരുടെ ഹസ്ബൻഡും, റൂപ്പൻ ഒരു IAS ഓഫീസർ ആട്ടോ, സ്ത്രീയാണ്, അവരും അവരുടെ ഹസ്ബൻഡും ഈ പഞ്ചാബ് ഫിനാൻഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള SL Kapoor ചണ്ഡീഗഡിൽ വെച്ചിട്ട് ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തപ്പെട്ട പ്രകാരം ഒരു ഹസ്ബൻഡ് പോവുകയാണ്. At the party, the woman invitees were seated in one semicircle and the male invitees in another semicircle faced each other. രണ്ട് സെമിസർക്കിൾ ആയിട്ട്, ഒരു സെമിസർക്കിളിൽ ആയിരുന്നു മെയിൽ ഇൻവൈറ്റീസ്, ഒരു സെമിസർക്കിളിൽ ഫീമെയിൽ ഇൻവൈറ്റീസ്. As Rupan sat and conversed with other women, KPS Gill, the Director General of Police Punjab, went and sat on the chair the next day. ഇവരാണ് KPS Gill എന്നുള്ള പോലീസ് ഡയറക്ടറാണ് പഞ്ചാബിന്റെ. പോലീസുകാരുടെ സ്വഭാവമുണ്ട്, നിങ്ങളൊക്കെ അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു പോലീസ് അട്രോസിറ്റി ഉണ്ടായിരുന്ന കുറച്ചാലും എന്റെ കൈക്ക് കടിക്കുകയൊക്കെ ചെയ്തു. കേസിലാണ്, കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു ഞാൻ. അയാൾ ഡ്രങ്ക് ആയിരുന്നു. അതുപോലെയുള്ള അവസ്ഥയാണ് KPS Gill, ഒരു ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പഞ്ചാബ്, ഈ പെണ്ണുങ്ങളെ സീറ്റിൽ പോയിരുന്നു. One by one women left the place due to his misbehavior. പിന്നെ അവിടെ പെണ്ണുങ്ങളൊക്കെ എണീറ്റ് പോകുന്നത് ഇയാളുടെ മിസ്ബിഹേവിയർക്കാണ്. He then called out to Ruben and asked her to sit with him, and he had something to discuss with her. പിന്നെ റൂബനെ വിളിച്ചാൽ എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാൻ ഇവിടെ വന്നിരിക്കും. When she approached him and was about to sit, he pulled her chair close to his so that their chairs were touching each other. ഇരിക്കാതെ ചെയർ വലിച്ചിട്ട് ആ ചെയർ അടുപ്പിച്ചിട്ട്. She tensed that something was not right and went back to sit with her other woman friends. അവൾക്ക് ടെൻഷൻ തോന്നി, അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇരിക്കാൻ പോയി. After some time, he approached the place where she was sitting, stood very close to her so that his legs were about 4 inches from her knees. എന്നിട്ട് കുറച്ചു നേരം അവളുടെ അടുത്ത് പോയിട്ട് അവള് വളരെ ചേർന്ന് നിന്നു. He ordered her to get up immediately and go with him. All the women were shocked and speechless. All women shocked and speechless. Ruben objected to his behavior and asked him to go away from the place. Objected. When he repeated his command, Ruben tried to leave the place out of fear, but was unable to do so as KPS Gill had blocked her. Police officer. She pulled her chair back and got up and turned backwards to leave the place. KPS Gill slapped her on her posterior in the presence of all this. This became a high-profile, publicized case that was talked about for many years. A high-profile case ആയിട്ട് മാറി. റൂപ്പനെ കാണിച്ചതാ KPS Gill case. റൂപ്പൻ high-profile case ആട്ടോ. ഇതാണ് KPS Gill, ഇതാണ് റൂപ്പൻ, ഇതാണ് അയാള്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു അല്ലേ? എല്ലാ ഫോട്ടോയിലും നോക്ക്. ഞാൻ ചിരിക്കുന്ന ഫോട്ടോ ഒന്നും ഇല്ലേ? Rupan informed her superior, including the chief secretary, advisor of the governor and governor of Punjab. After 11 days, then this did not result in the registration of an FIR with police. Rupan formally logged a police complaint. എല്ലാവരുടെയും റിപ്പോർട്ട് ചെയ്തിട്ടും അത് നടപടി എടുക്കാതായപ്പോൾ ഒരു FIR ഫയൽ ചെയ്തു. KPS Gill used his influence and power as then commissioner of police to share the investigation. പവർ ഉപയോഗിച്ചിട്ട് കമ്മീഷണറെ കൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ
He approached the High Court and obtained an order quashing the complaint made against him. High Court noted quash The High Court had said that it was highly unlikely that KPS Gill, a well-respected police official, would outrage Rupan's modestly in the presence of all the guests, and that even if he had done so, the offense was too trivial to lodge a complaint. Rupan approached the Supreme Court, which reversed the High Court order so that the investigation could be completed. Kando High Court approach ചെയ്തപ്പം എന്താ സംഭവിച്ചത്? The High Court has said that it was highly unlikely KPS Gillne pole oralu tallula adupole thanne endana a well respected police official aanu adu orikkel angane cheyilla itrayum guest inde munnile angane cheyidittundeങ്കിൽ endana ingane onnu avula itrayum complaint onnu avashyilla ennulla reethilokke High Court parnu Supreme Court like aaru poi Ruben poi. The trial court held KPS Gill guilty as charged under section 354 IPC. Outrage the modesty of woman, and section 509 IPC, word, gesture, or act intended to insult a woman. The High Court and Supreme Court upheld the trivial court's judgment. The trivial court sentenced KPS Gill to fine rupees 2 lakh, 3 months rigorous imprisonment, 2 months of simple imprisonment, and 3 years of probation. Kando ee rendu section അദ്ദേഹത്തിനെ ആരാണ് സുപ്രീം കോർട്ടിന്റെ ട്രയൽ കോർട്ട് അദ്ദേഹം കുറ്റവാളിയാണെന്ന് വിധിച്ചു. സെക്ഷൻ 354 IPCയും 509 വെച്ച് അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാണ്. 2 ലക്ഷം രൂപ ഫൈനും 3 months നല്ല തടവും പിന്നെ 2 months സിമ്പിൾ തടവും 2 years probation. The High Court modified the sentence by reducing the probation period from 3 years to 1 year and keeping the sentence suspended during this period on his undertaking the maintenance good behavior and not indulge in drinking in public places and parties. High Court വീണ്ടും ഈ ശിക്ഷാവിധി കുറച്ചു. 1 വർഷം തടവ് മതി, പിന്നെ പബ്ലിക്കിലൊന്നും പോയിട്ട് വെള്ളം അടിക്കുകയൊന്നും ചെയ്യുന്നുള്ള രീതിയിൽ നല്ല നടപ്പിന് വേണ്ടിയിട്ട് 1 വർഷമാക്കി കൊടുത്തു. Since KPS Gill did not violate terms of undertaking and had served 1 year's probation, the Supreme Court said that the probation was assumed to have been completed with him. Rupan refused to accept fine amount and donated it to a women's organization which could assist a woman in difficult circumstances. Rupan fine വേണ്ടാന്ന് വെക്കുകയും അത് ഒരു woman difficult circumstances കൊടുക്കുകയും ചെയ്തു. Rupan was praised by media largely because she had lodged a complaint against a powerful and influential police officer and refused to be threatened into silence. Silence-ലേക്ക് പോയില്ല. ഒരു പോലീസ് ഓഫീസറിനെതിരെ പരാതി കൊടുക്കുകയുണ്ടായി. ഞാൻ ഈ കേസ് ഇപ്പോഴാണ് വായിക്കുന്നത്. ഒക്ടോബറിലെ സെയിം ഒരു ഇൻസിഡൻസ് എനിക്കുണ്ടായ ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഒരു ഓഫീസറായിരുന്നു ചെയ്തിട്ടുണ്ടായത്. കേസിലേക്കൊക്കെ പോയി അങ്ങനെയാണ് ഉള്ളത്. അപ്പം സൈലന്റ് ആവരുത്. പോലീസ് ഓഫീസറല്ലേ, അല്ലെങ്കിൽ അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇതേ അവസ്ഥയിൽ ഡ്രങ്ക് ആയിരുന്നു. ഡ്രങ്ക് ആയിട്ട് എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഒരു വാക്ക് തർക്കത്തിനിടയിൽ ഇയാള് വന്നിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. മീഡിയയിലൊക്കെ ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? പോലീസ് ഓഫീസറിന്റെ പേപ്പറിലും ഒക്കെ ഫ്രണ്ട് പേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഇല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ സസ്പെൻഷൻ ഒക്കെ ആയി. പിന്നെ അങ്ങനെ നടക്കാണ്. ഒത്തിരി കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളാണ് അതിവിടെ പറയുന്നില്ല. എന്തായാലും ഞാൻ സ്വമേധയാ പോയിട്ട് കേസ് കൊടുത്ത് മീഡിയയിലൊക്കെ ഞാൻ പോയതാണ്. കാരണം എന്നെ പോലെ ഈ പ്രൊഫഷണൽ ഇരിക്കുന്ന ആളിങ്ങനെ ഒരു സാധനം കിട്ടിയിട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് സൈലന്റ് അല്ല എന്നത്. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞില്ല, യുവതി എന്നാണ് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില മീഡിയാസിൽ ഞാൻ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെ പറയാനുള്ളൊരു ആരോഗ്യസ്ഥിതിയിലൊന്നും ആയിരുന്നില്ല. എനിക്ക് നല്ല പരിക്കുണ്ടായിരുന്നു, ശരിക്കും പരിക്കുണ്ടായിരുന്നു. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അത്രയും ഒരു ഫുൾ പറയാൻ തന്നെ പറ്റിയത് വലിയ കാര്യം. മീഡിയാസിലൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അപ്പം ഇതാണ് KPS ഗില്ലിന്റെ കേസ്. അതായത് ഒരു പാർട്ടിക്ക് വിളിക്കപ്പെടാണ്. അവിടെ ചണ്ഡീഗറിന്റെ ജനറൽ പോലീസ് ഡയറക്ടർ KPS ഗില്ല് വന്നിട്ട് മിസ്ബിഹേവ് ചെയ്യാണ്. എന്നിട്ട് മുഖത്തടിക്കാണ്. ഇവിടെ കേസ് കൊടുത്തു. ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞിട്ട് സുപ്രീം കോടതി പോയി അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുകയാണ്. എന്താണ്? 3 മാസം കഠിന തടവും 2 മാസം സിമ്പിൾ തടവും, അത് കൂടാതെ 2 ലക്ഷം പിഴയും 3 വർഷം പ്രൊബേഷനും ആയിരുന്നു. അത് നല്ല നടപ്പിന് വേണ്ടി 1 വർഷം ആക്കി കൊടുത്തു. റൂബൻ ആ കാശ്
വേണ്ടാന്ന് വെച്ചു. അതൊരു വുമൺ അസോസിയേഷന് കൊടുക്കുകയാണ് ചെയ്തത്, സ്ത്രീകളുടെ ഉന്നമനത്തിന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അടുത്ത കേസാണ് രുചിക ഗിർഹോത്രാസ് കേസ്. രുചിക Girhotra's case. Ruchika Girhotra was 14 years old girl studying in class 10 in Chandigarh. She was a promising tennis player. SPS Rathore was a senior police official and the founding president of Haryana Lawn Tennis Association. SPS Rathore എന്ന് പറയുന്ന ആള് ഒരു സീനിയർ പോലീസ് ഒഫീഷ്യൽ ആയിരുന്നു, ഒരു ഫൗണ്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു ഹരിയാന ലോൺ ടെന്നീസ് അസോസിയേഷന്റെ. He used the garage of his house as the association's office and had built a tennis court too. അദ്ദേഹം ഗരാജ്, അതായത് ഈ ഗാരേജ് നമ്മൾ അറിയില്ലേ, ഗരാജ് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. അദ്ദേഹത്തിന്റെ ഗരാജ് എന്താക്കിയിട്ടുണ്ട്, ഒരു ടെന്നീസ് കോർട്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. In August 1990, Rathore visited Ruchika's house and met her father's SC Girhotra as the head of the ഒരു സെക്കൻഡ്. ആ ചെയറിന്റെ അവിടെ എവിടെയെങ്കിലും നോക്കിയിട്ടില്ല, ഇവിടെ എവിടെയെങ്കിലും. ഞാനിത് കൊണ്ട് വെച്ച് അവിടെ പോയില്ല, അവിടെ പോയില്ല. റിസപ്ഷനിൽ നോക്കി നോക്കി. ആഗസ്റ്റ് 1990 ഈ റാത്തോർ, ഈ പോലീസ് ഓഫീസർ രുചികയുടെ ഹൗസിൽ പോവുകയാണെന്നിട്ട് അദ്ദേഹം രുചികയുടെ ഫാദറിനെ മീറ്റ് ചെയ്യാണ്. ആസ് ദ ഹെഡ് ഓഫ് ഹരിയാന ലോൺ ടെന്നീസ് അസോസിയേഷൻ, റാത്തർ പ്രൊമിസ്ഡ് ടു ഗെറ്റ് സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ രുചിക. രുചികയ്ക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാന്ന് പറയാണ്. ഹി റിക്വസ്റ്റഡ് ദ രുചിക മീറ്റ് ഹിം ദ ഫോളോയിങ് ഡേ ഇൻ കണക്ഷൻ വിത്ത് ദിസ്. ഇതിന് വേണ്ടിയിട്ട് രുചികനോട് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ദ നെക്സ്റ്റ് ഡേ രുചിക അലോങ് വിത്ത് ഹർ ഫ്രണ്ട് ആരാധന പ്രകാശ് went to play at the lawn tennis court and meet Rathore in his office. അടുത്ത ദിവസം അവരുടെ ആ ഓഫീസ് ആ ഗരാഷിലേക്ക് പോവുകയാണ്. സെറ്റപ്പ് ചെയ്ത് ആ ഗരാഷ്, ആ ഒരു ഗരാഷ് സെറ്റപ്പ് ചെയ്ത് ടെന്നീസ് ആക്കി കോർട്ടാക്കിയ സ്ഥലത്തേക്ക് പോവാണ്. On seeing both of them, Rathore was asked Aradhana to call the tennis coach, Mr. Thomas, to his room. ആരാധനയോട് പറയാണ് തോമസ് എന്ന കോച്ചിനെ വിളിച്ചുകൊണ്ട് വരാന്. Aradhana left and Rathore has created an opportunity to be alone with Ruchika. Ruchikയുമായിട്ട് alone ആവുകയാണ്. He immediately grabbed her hand and raised and pressed his body against her. Press the body against her. വലിച്ച് അടുപ്പിച്ചു. Ruchika tried to push him away, but he continued molesting her. In a short while, Aradhana returned and saw what Rathore was doing to Ruchika. Aradhana തിരിച്ചു വന്ന് രുചികയ്ക്ക് സംഭവിക്കുന്നത് കണ്ടു. On seeing Aradhana, Rathore released Ruchika and fell back in his chair. He then asked Aradhana to go out of his room and personally bring the coach with her. ഇറങ്ങി പോയിട്ട് കോച്ചിനെ കൂട്ടി വരാൻ വേണ്ടി പറഞ്ഞു. When she refused, Rathore scolded Aradhana loudly, asking her to bring the coach. അവള് പോലാന്ന് പറഞ്ഞപ്പോ ഉച്ച വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു കോച്ചിനെ. He insisted that Ruchika stayed in his room, but she managed to run out. She later told Aradhana what Rathore had done with her. Aradhananod ഓടിപ്പോയിട്ട് രുചിക എന്താ നടന്നതെന്നൊക്കെ പറഞ്ഞു. The girl initially did not tell their parents what had happened. First പറഞ്ഞില്ല രുചിക വീട്ടിൽ പോയിട്ട്. But when Rathore called them to his office again, they decided to tell their parents and seek their help. വീണ്ടും Rathore എന്ത് ചെയ്തു, രുചികനെ ഓഫീസിലേക്ക് വിളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പാരന്റ്സിനോട് പറയാൻ തീരുമാനിച്ചു. The residents of area, mostly parents of tennis players, decided to take the matter up with higher authorities. Report ചെയ്യാൻ തീരുമാനിച്ചു residents association. Due to the pressure put by them, DGP R.R. Singh conducted an inquiry in which he found Rathore to have molested Ruchikas and recommended that an FIR lodged against him. അങ്ങനെ DGP R.R. Singh investigation നടത്തുകയാണ്, ഒരു FIR ഇടാണ്, തെളിഞ്ഞ FIR ഇടാണ്. However, the report issued in September 1990 never reached the chief minister as Rathore used his influential connection in the government. പക്ഷേ ഈ FIR ഇതിന്റെ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ടോ ഒന്നും ചീഫ് മിനിസ്റ്റർക്ക് എത്തിയില്ല. ബിക്കോസ് Rathore വല്ല പിടിപാടുണ്ടായിരുന്നു. Instead of filing an FIR as recommended by the report, the government initiated departmental action, and a year later, in May 1991, it issued a charge sheet against Rathore. വെറും ഒരു FIR-ന് പകരം ഒരു ഡിപ്പാർട്ട്മെന്റ് വകയുള്ള ഒരു റിപ്പോർട്ടും ഒരു ചാർജ് ഷീറ്റും മാത്രമാണ് ഉണ്ടായത്. However, no further action was taken. Meanwhile, Rathore uses influence to cause extreme harassment to Ruchika and her family members. ഈ സമയം രുചികനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഹറാസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി വട്ടം
Yes, this is the formal way they go. ഞാൻ പറയുന്നുള്ളൂ. എന്തൊരു കണക്ഷൻ ആണ്. A few weeks after, എനിക്കൊക്കെ എന്റെ ഫാമിലിക്കൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ഇങ്ങനെ ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി കുറെ പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. A few weeks after the incident, Rujika was expelled from her school. School പുറത്താക്കപ്പെട്ടു. A school she studied in the class 1. ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച. The school authority claimed that she has expelled because she had not paid the school fees, although it was later admitted that she had been targeted and other students in a similar situations had not expelled. അവൾ ഫീസ് അടച്ചില്ല എന്നാണ് പുറത്താക്കി. പക്ഷെ അതേപോലെ ഫീസ് അടയ്ക്കാത്ത കുട്ടികളൊന്നും പുറത്താക്കപ്പെട്ടിട്ടില്ല, ടാർഗറ്റ് ചെയ്താണ്. Her expulsion was used later by Ratho's lawyers to cast aspersions to Rujika's character. After being expelled for weeks, Rujika stayed in a room and was unable to travel out without being heckled by Ratho supporters. പുറത്തിറങ്ങാൻ പറ്റും. രാത്തോട്ട് സപ്പോർട്ടേഴ്സ് നമ്മളെ ഉപദ്രവിച്ചിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത, എനിക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Several false complaints of theft, murder, and defamation were registered against Rujika, her father and brother, as well as Aradhana and her parents. Rujika's brother Ashu was legally detained by the police, tortured, and severely beaten in the presence of Rujika in order to force her to take back her complaint. No, her complaint is maximum ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. Unable to withstand immense pressure, Rujika consumed poison and committed suicide in 1993. Poison കഴിച്ചു, suicide ചെയ്തു. Days after, her brother was tried in handcuffs by the police in locality. അവളുടെ ബ്രദറിനെ അയ്യാമ്മ വെച്ച് കൊണ്ടിട്ട് അവള് ആത്മഹത്യ ചെയ്തു. Ratho refused to release Rujika's body to her father Subhash unless he signed blank sheet of paper. കേട്ടോ, റാത്തോട് എന്ത് ചെയ്തു? ഈ ബോഡി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഈ ബ്ലാങ്ക് ഷീറ്റ് ഒപ്പിടാതെ ബോഡി പോലും വിട്ടില്ല എന്ന് പറഞ്ഞു. The blank papers were later used by police to establish that the family has accepted Rujika's forged autopsy report. Rujika's father and brother soon moved out of Chandigarh. Or Chandigarh പോയി due to the constant harassment. Ratho filed 10 civil case against Aradhana. Ratho ആരാധനക്കെതിരെ 10 സിവിൽ കേസ് ഫയൽ ചെയ്തു. Rujika's friend and sole witness in the molestation case. ഈ കേസിലെ സോൾ വിറ്റ്നസ് ആയിട്ടുള്ള ആരാധനക്കെതിരെ 10 കേസ് ഫയൽ ചെയ്തു. She received abusive and threatening calls for months until she got married and left for Australia. കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് പോകുന്നവരെ ബുദ്ധിമുട്ടിച്ചു. Pankaj Bhadraj, the lawyer who took up Rujika's case, was slapped with 2 court cases by Ratho. Rathoയുടെ ഉപദ്രവം വക്കീലിനുണ്ടായി, a defamation case and a case of compensation. Ratho also filed case against some journalists who had reported on the case. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും Ratho ഉപദ്രവിച്ചിട്ടുണ്ട്, claiming a huge amount of damages of defamation. In 1998, there was finally a CBI inquiry after 8 years of inaction of the government with Ratho's misuse of his power and influence to threaten and silence those who supported Rujika. Rujikane support ചെയ്യുന്നവരൊക്കെ threaten ആയിട്ട് അയാളുടെ പവർ ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പം 1998 ഒരു CBI inquiry വന്നു. Aradhana's parents supported and followed up case consistently. Ratho adopted many delaying tactics to prolong the trial. ഡിലേ ആക്കാൻ നോക്കിയൊക്കെ ചെയ്തു Ratho. Finally, in 2009, 19 years after the incident, Ratho was convicted and given a sentence of 6 months in prison. അയാള് ചെയ്തിട്ടുണ്ടെന്ന് തെളിയും 6 മാസം തടവും and released on bail a few minutes later. He was stripped of the police medal for meritorious service awarded to him earlier by the central government. Central government airport awardകളൊക്കെ തടഞ്ഞു വെച്ചു. Both Rupan's and Rujika's cases have similarity. They are both cases of sexual harassment against influential and powerful police officers. ഈ പിന്നെ രുചികയുടെ ആയത് കുറച്ചുകൂടി രുചിക നോക്കണേ, രുചികയുടെയും രൂപൻ ഒരു IAS ഓഫീസർ ആയിരുന്നു. രൂപനെതിരെ അങ്ങനെ പ്രശ്നമാണ്. പക്ഷെ രുചികയുടെ പാരന്റ്സും വിറ്റ്നസും ഒത്തിരി അനുഭവിച്ചു. In both cases, the concerned molesters tried to misuse the law to settle justice for the woman concerned. In both cases, the act was trivialized and the woman pursuing justice were made to seem as if they were at fault. അവർ രണ്ടുപേരും കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ അവരെ, അതായത് ഈ സ്ത്രീകൾ കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. In both cases, the sentence given was minimal. രണ്ട് കേസിലും ശിക്ഷ മിനിമൽ ആയിരുന്നു. Even the consequence of the act of the concerned woman was large. In Rujika's case, she was unable to handle the extreme harassment that Ratho subjected to her and family members, as a result of which she committed suicide. Suicide like പോലെ എത്തിച്ചു.
In Ruben's case, being an adult and an AFA'S officer with the strong support of her husband, she was more successful in her pursuit of justice. Husband support ഒരു IAS ഓഫീസർ ആയതിനെക്കൊണ്ടൊക്കെ അവള് ജസ്റ്റിസിലേക്ക് പോയി. പക്ഷെ രുചിക ലോക്കൽ സിവിലിയൻ ആയതിനെക്കൊണ്ട് എന്ത് പറ്റി, ആത്മഹത്യയിലേക്ക് നയിക്കേണ്ടി. 2 കേസ് മനസ്സിലായോ മക്കളെ? പറഞ്ഞേ, നമുക്ക് രുചികേനെ ഒന്ന് കണ്ടോക്കാം. രുചിക, ഇതാണ് നമ്മുടെ റാത്തുമ. ദിസ് ഇസ് രുചിക. ഓക്കെ ആണോ 2 കേസും? ആലോചിച്ചിട്ട് പാവം തോന്നുന്നു അല്ലേ? 2 കേസും നന്നായിട്ട് മനസ്സിലായോ? ചുരുക്കി എഴുതിയാ മതി കേട്ടോ. 2 കേസ് മനസ്സിലായില്ലേ? ആ ലാസ്റ്റത്തെ പോയിന്റ് എഴുതാൻ മറന്നു പോരുതേ. അതായത് രുചിക ഒരു സാധാരണക്കാരി അതിനെ കൊണ്ട് ഇവിടെ ഒത്തിരി ടോർച്ചർ അനുഭവിക്കേണ്ടിരുന്നത്. റൂബൻ ഒരു IAS ഓഫീസർ അതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് കഴിച്ചത്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന് പറഞ്ഞേ മക്കളെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. Categorize of sex and gender. Provide 2 examples to real life experience. Discuss categories of sex and gender. Sex and gender category ആണ്. 2 examples from real life experience. സെക്സും ജെൻഡറും എന്താണെന്നാട്ടോ പറയുന്നത്. സെക്സ് ഇസ് എ ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. സെക്സ്, മെയിൽ, ഫീമെയിൽ. As at a basic level, human beings are either born as male or female of most part, although there is a very small segment of babies that present a mixed anatomical distribution. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ജെനിറ്റൽസ് പെനീസ് ആണെങ്കിൽ മെയിൽ ആണെന്ന് പറയും, വജൈന ആണെങ്കിൽ ഫീമെയിൽ ആണെന്ന് പറയും. എക്സെപ്ഷൻ കേസ് ഉണ്ട്, ചിലപ്പോൾ രണ്ടും വരാറുണ്ട് അനാട്ടമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ സെക്സ് എന്ന് പറയുന്നത് ശാരീരികപരമായിട്ട് അയാള് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയും. ബയോളജിക്കൽ ഡിഫറൻസ് ഓഫ് ഫീമെയിൽ ആൻഡ് മെയിൽ റിഫ്ലക്ട് ദ ക്രോമസോം. ഈ ക്രോമസോം കാരണമാണ് ബയോളജിക്കൽ ഡിഫറൻസ് വരുന്നത്. മെയിൽ ക്രോമസോം ആണെങ്കിൽ XY ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ XX ക്രോമസോം ആണ്. സെക്സ് ഓർഗൻസ്, ഹോർമോസോൺസ് ആൻഡ് അതർ ഫിസിക്കൽ ഫീച്ചേഴ്സ്. വി നീഡ് മെഡിക്കൽ ഇന്റർവെൻഷൻസ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ സെക്സ്. സെക്സ് മാറ്റണമെങ്കിൽ, അതായത് ഫീമെയിൽ ടു മെയിൽ ആവണമെങ്കിലും മെയിൽ ടു ഫീമെയിൽ ആവണമെങ്കിലും എന്ത് വേണം? മെഡിക്കൽ ഇന്റർവെൻഷൻസ് വേണം. When we think of biology and biological difference, we also need to keep in mind that biology, like other areas of knowledge, is not absolute or fixed. The biology absolute or fixed onnumalla. The instance of occurrence of intersex should make us aware of the dangers of biological essentialism. Unlike sex, gender is socially constructed. Sex എന്ന് പറയുന്നത് കറക്റ്റ് ബയോളജിക്കലി ആണ്. അതായത് ഒന്നെങ്കിൽ മെയിൽ ആയിരിക്കാം, പെനീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ വജൈന ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്റർസെക്സ് രണ്ടും കൂടി ഉണ്ടായിരിക്കാം. ഇതാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. Social structures as family, society, and other socio-cultural practices determine difference based on sex of the child. കണ്ടോ, ഈ സൊസൈറ്റിയും ഫാമിലിയും socio-cultural പ്രാക്ടീസും ഒക്കെയാണ് ഈ സെക്സിന് ഡിഫറൻസ് പറയുന്നത്. The difference include clothing, behavior, social role, position, attitude, and responsibility. ക്ലോത്തിങ്, ബിഹേവിയർ ആണ് ഇങ്ങനെയായിരിക്കും, പിന്നെ ഇങ്ങനെയായിരിക്കും, സോഷ്യൽ റോള് അല്ലെ, അമ്മ ജോലിക്ക് പോവാണ് അല്ലെ, മദർഹുഡ്. ഇൻ ദിസ് വേ ജെൻഡർ ഇസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് പ്രാക്ടീസ്. ജെൻഡർ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതാണ്, പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. Let us examine the term sex and gender using examples and real life stories. When a newborn baby arrives, the entire family celebrated with enthusiasm. Entire family ഒരു newborn ഉണ്ടാകും. Celebration differs based on sex difference of the newborn baby. First, the family and society determine clothes for the baby following a pattern of color coding. If it is a female child, then they buy pink clothes and toys related to cooking and dogs. At the same time, if the child is male, they buy blue clothes and toys like car and bike. The family and society also create conditioned response which are differentiated from female and male children. The little girl is called a pretty little angel. പെൺകുട്ടി നമ്മൾ pretty little angel. Little boys is told to be brave and strong, not to cry since crying is seen as female attribute. കരയാൻ പാടില്ല, കരച്ചില്
ഫീമെയിൽ ആട്രിബ്യൂട്ട് ആണ്. ഇൻ ദിസ് വേ ജെൻഡർ ഇസ് കൺസ്ട്രക്റ്റഡ് ഫ്രം ദ മൊമെന്റ് ചൈൽഡ് ഇസ് ബോൺ. അല്ലെ, ജെൻഡർ കൺസ്ട്രക്ട് ചെയ്യാണ് കുട്ടി ജനിച്ച ഉടനെ. Gender is also constructed in different society in different ways. Society constructed on. They mainly focus on the expected roles to be played by female and male. Female and male expected role in it. For imposing these roles on male and female child, the socialization process plays a significant role. Socialization process no role and in society gender na തീരുമാനിക്കാൻ. The difference include productive and reproductive roles, paid and unpaid work, power relations and politics. Like പ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് നോക്കിക്കേ, ഭർത്താവ് പ്രൊഡക്റ്റീവ് ആണ്, ജോലിക്ക് പോവാ. ഭാര്യ റീപ്രൊഡക്റ്റീവ് ആണ്. ഭർത്താവിന് പെയ്ഡ് ആണ്, ഭാര്യ അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കാണ്. പവർ റിലേഷൻ ഒക്കത്തിലും ഈ ജെൻഡർ കൺസ്ട്രക്ട് ചെയ്യപ്പെടുക. Gender roles and codes are questions and existing roles and relations of men and women also challenge and change. So as society imposes certain roles on men and women, social challenge and change condition women to act only in certain ways and carry out role that are productive and reproductive roles. Gender roles and codes are questions and existing roles and relations of men and women also challenged and changed. അതായത് സ്ത്രീനെ എപ്പോഴും എന്താണ് ഒരു റീപ്രൊഡക്റ്റീവ് റോളിലാണ് കാണുന്നത്. ഓക്കെ, for example, society imposes reproductive roles on women like caring and nurturing. സ്ത്രീനെ എപ്പോഴും കാണുന്നത് റീപ്രൊഡക്റ്റീവ് റോളാണ്, കെയറിങ്, നർച്ചറിങ്. സോഷ്യൽ കണ്ടീഷൻ ഓഫ് വുമൺ ടു റിയലൈസ് ദാറ്റ് ദേ ആർ മോർ സ്യൂട്ടബിൾ ഫോർ റീപ്രൊഡക്റ്റീവ് റോൾ rather than productive or community role. റീപ്രൊഡക്ഷൻ ആണ് അവര്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി റോൾ ആപ്റ്റ് അല്ല. കുട്ടികളെ പ്രസവിച്ച് വീട്ടിലിരുന്നു. The following case study gives you different pictures. ഒരു കേസ് സ്റ്റഡി പറയുന്നു. അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യാണ് റോൾസ്. ഒരു കുട്ടി ജനിച്ച ഉടനെ അത് തീരുമാനിക്കപ്പെട്ടു. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഒരു കേസ് സ്റ്റഡി പറയാട്ടോ. നമ്മുടെ കൽപ്പന ചൗളയുടെ കേസ് സ്റ്റഡി ആണ് പറയുന്നത്. ലേറ്റ് കൽപ്പന ചൗള wanted to be an astronaut, space scientist after completing her engineering degree in India. ഒരു ആസ്ട്രോണറ്റിലും സ്പേസ് സയന്റിസ്റ്റ് ആണെന്നാണ് ആഗ്രഹം. Due to her insistence, her parents allowed her to go to the United States to become an astronaut. US-ലേക്ക് പറഞ്ഞയച്ചവളുടെ പാരന്റ്സ്. Like her, Miss Pavitra want to be a pilot after completing a 12th standard. She comes from lower income strata. ഇതുപോലെ 12ാം ക്ലാസ് പഠിക്കുന്ന പവിത്രയ്ക്ക് പൈലറ്റ് ആണ്, പക്ഷെ അവൾക്ക് ഒരു സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ഫാമിലിയിൽ നിന്ന് വന്നായിരുന്നു. Her father works as a bus conductor in the state transport corporation. അതായത് KSRTC പോലെയുള്ള ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ കണ്ടക്ടർ ആയിരുന്നു ആരുടെ? നമ്മുടെ പവിത്രയുടെ അച്ഛൻ. She needs to find necessary financial resource to pursue her passion to become a pilot. അവർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് വേണമായിരുന്നു, പൈലറ്റ് ആണ്. Secondly, she was to convince her parents that she can also operate a flight like men. അവൾ കൺവിൻസ് ചെയ്തെങ്കിൽ ആണുങ്ങളെ പോലെ ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റും. She does not want to study female centric profession. അവർക്കൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ടീച്ചർ, ഫീമെയിൽ സെൻട്രിക് പ്രൊഫഷൻസ് ആട്ടോ ടീച്ചിങ്, അല്ലെ, അതിനോട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. The above real life case studies demonstrate how gender is considered and how women can reverse their productive roles. കണ്ടോ, ഇതിൽ മനസ്സിലാക്കാം ജെൻഡർ കൺസ്ട്രക്ട് ആണെന്ന്. സ്ത്രീകൾക്ക് പുരുഷന്മാർ അത്ര തന്നെയുള്ള ജോലി ചെയ്യാനുള്ള കെൽപ്പ് ഉണ്ടെന്നും. Both the women struggle at multiple levels to convince family and other social structure to pursue their passion. Struggle ചെയ്ത് കൺവിൻസ് ചെയ്തിട്ടാണ് അവരുടെ പാഷനിലേക്ക് പോയത്. They provide that productive roles are gender neutral. Productive roles, പോലീസ് ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, CBI ഓഫീസർ ആയിക്കോട്ടെ, ഇതൊക്കെ ജെൻഡർ ന്യൂട്രൽ ആണ്, ആർക്കും പറ്റും. Both men and women can do all type of works. The expectations adhered to gender related behavior roles, identity and professions are called ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്. എക്സ്പെക്ടേഷൻസ് സ്ത്രീ ഇങ്ങനെ ആയിരിക്കും, പുരുഷൻ ഇങ്ങനെ ആയിരിക്കും, അങ്ങനത്തെ ആ ഒരു എക്സ്പെക്ടേഷൻസ്, ജെൻഡർ ബിഹേവിയർ അല്ലെങ്കിൽ ജെൻഡർ റോളിന്റെ ആ ഒരു എക്സ്പെക്ടേഷനെ വിളിക്കുന്നതാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്. സ്ത്രീ എന്റെ ആ കേസ് വന്ന സമയത്ത് ഞാൻ പുറകിലായിരുന്നു ഇരിക്കുന്നത് കേട്ടോ, കാറിന്റെ പുറകിലായിരുന്നു. എന്റെ ഹസ്ബൻഡ് ആയിരുന്നു കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ പുറകിലെ സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വാക്ക് തർക്കം ഉണ്ടായിരുന്നു, വണ്ടി ഓടിച്ചപ്പോ വാക്ക് തർക്കം ഉണ്ടായിരുന്നപ്പോ അതിന് യൂട്യൂബിലെ കമന്റ്സ് ഞാൻ വായിച്ച് കുറെ ചിരിച്ചു. ഓ, പെണ്ണല്ല വണ്ടി ഓടിച്ചത്, ഇതിൽ അപ്പോഴോ പെണ്ണ് സൈഡ് കൊടുക്കൂല. I know professional lady drivers, നന്നായിട്ട് കാർ ഓടിക്കുന്ന എത്രയോ പേര് എന്റെ ഫാമിലി തന്നെയുണ്ട്. എന്റെ സ്റ്റീരിയോടൈപ്പിംഗ് ആ, സ്ത്രീ വണ്ടി ഓടിച്ചാൽ അങ്ങനെ ആയിരിക്കും, അല്ലേ? അതാണ് ഒരു എക്സ്പെക്ടേഷൻസിനെ, ഒരു ജെൻഡറിനെ വെച്ചുള്ള എക്സ്പെക്ടേഷൻസിനെയാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്.
സെക്സ് ബയോളജിക്കലി ഡിറ്റർമൈൻഡും ജെൻഡർ സോഷ്യൽ സമൂഹം ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. 2 കേസ് അതിൽ പറയുന്നുണ്ട്, നമ്മുടെ കൽപ്പന ചൗളയുടെയും പവിത്രയുടെയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞു. ഇനി കുറച്ച് ടോപ്പിക്സിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 ഓഫ് ദി ഫോളോയിങ് ആട്ടോ. ഫസ്റ്റ് വൺ ആണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി എന്ന്. ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡൈക്കോട്ടോമി ഫോഴ്സസ് വുമൺ ടു ബി കൺഫൈൻഡ് അറ്റ് ഹോം ആൻഡ് റെസ്ട്രിക്ട് ദിയർ മൂവ്മെന്റ്സ്. വീട്ടിലിരിക്കുക, റെസ്ട്രിക്ട് ദിയർ മൂവ്മെന്റ്സ്, അതിനെയാണ് ഏത് പബ്ലിക് പ്രൈവറ്റ് ഡൈക്കോട്ടോമി എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, എന്താണ്? Forces women to be confined at homes, restrict their movements. It further enforces women to perform domestic roles and caregivers and nurturers. കാരണം ഫോഴ്സ് ചെയ്യപ്പെടാം, സ്ത്രീ വീട്ടിലിരുന്നാൽ മതി. ഞാൻ എത്രയോ കേസസ് എടുക്കാറുണ്ട്. നല്ല പഠിപ്പുള്ള കുട്ടികളെ ഒരു കുഞ്ഞായിട്ട് ജോലിക്ക് പറഞ്ഞാക്കി. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡൈക്കോട്ടമി ഡിറ്റർമൈൻ വുമൻസ് മെറ്റീരിയൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. കണ്ടോ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡൈക്കോട്ടമി ഡിറ്റർമൈൻ ചെയ്യാണ് വുമൻസ് മെറ്റീരിയൽ ഇൻഡിപെൻഡൻസ്, അവളെ എഡ്യൂക്കേഷനൊക്കെ തടസ്സപ്പെടുത്തുകയാണ്. Questioning to public and private has been central to women's struggle and suffrage and equal participation in other spheres of life. Private relates to activities with domestic realm and public comprises to activities suited outside domestic sphere. Private relates to activities within domestic realm and public comprises to activities situated outside the domestic. അതായത് പബ്ലിക് എന്ന പ്രൈവറ്റ് എന്ന് പറഞ്ഞ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികൾ, പബ്ലിക് എന്ന് പറയുന്നത് പുറത്തിറങ്ങും. ഞാൻ പബ്ലിക് ഡൊമസ്റ്റിക് സ്ഫിയറിന് അപ്പുറത്ത് ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. ഫെമിനിസ്റ്റ് കൺസിഡർ ദിസ് ഡിസ്റ്റിങ്ഷൻ ഹയറാർക്കിയൽ ആൻഡ് പാട്രിയാർക്കൽ. ഫെമിനിസ്റ്റുകൾ കണക്കാക്കുന്നത് ഹയറാർക്കിയൽ ആയിട്ടാണ്, പാട്രിയാർക്കൽ ആയിട്ടാണ്. ദിസ് ഡിവിഷൻ ലീഡ് ടു വുമൻസ് സബ്സർവന്റ് റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. The separation of women to private sphere because of her reproductive roles and locate men in domains for economy, business, politics and laws in public sphere. കണ്ടോ, ഈ സ്ത്രീക്ക് എന്താ പറയാ ജെൻഡർ റോള് ആയിട്ട്, അതായത് വീട്ടിൽ ഇരുന്ന് കുട്ടികളെ നോക്കുക അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡക്റ്റീവ് റോൾ ആയതുകൊണ്ട് അവളെ പബ്ലിക് സ്ഫിയറിന് മാറ്റി നിർത്തപ്പെട്ട് പ്രൈവറ്റ് സ്ഫിയറിൽ ഒതുങ്ങിക്കൂടാനുള്ള ഒരു അവസ്ഥ വരികയാണ്. ഇതാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി. ഒരു ഡൈക്കോട്ടമസ് ആണിന് പബ്ലിക്കും പെണ്ണിന് എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള, അതായത് കെയർ ഗിവിംഗ്, നർച്ചറിങ്, കുട്ടികളെ പൊറ്റി വളർത്തുക, ഇതാണ് അവർക്ക് എന്നാണ് പറയുന്നത്. ഇതാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതൊന്നുകൂടെ പറഞ്ഞുതരാം മാം, അത്ര ക്ലിയർ ആയിട്ടില്ല. പറയാം, ഒന്നുമില്ല മക്കളെ. അതായത് ഒരു ഡൈക്കോട്ടോമസ് തിയറി ആണ്, ഒരു ഡൈക്കോട്ടോമിയാണ്. സ്ത്രീ വീട്ടിലിരിക്കപ്പെടാൻ വേണ്ടി നിർബന്ധിതമാവാണ്, അതായത് എൻഫോഴ്സ് ചെയ്യാണ് വുമൺ ടു പെർഫോം ഡൊമസ്റ്റിക് റോൾ. കെയർ ഗീവർ, വീട്ടിലെ ജോലി ചെയ്യുക, കെയർ ഗീവർ ആവാൻ, നർച്ചർ ചെയ്യുക. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡൈക്കോട്ടോമി ഡിറ്റർമൈൻ ചെയ്യാണ് വുമൻസ് മെറ്റീരിയൽ ഇൻഡിപെൻഡൻസ്. അതായത് വുമന്റെ ഇൻഡിപെൻഡൻസ് ആണ് വീട്ടിനുള്ളിലാണ്, അവൾ പുറത്തിറങ്ങണ്ട. ഈ പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാന്നുള്ളത്, അതാണ് അവളുടേത്. പബ്ലിക്കിലേക്ക് ആണ് പോയാൽ മതി. ഇവള് റീപ്രൊഡക്റ്റീവ് റോൾ കൊണ്ട് വീട്ടില് അകപ്പെടുകയാണ്. ഓക്കെ ആണോ? ഓക്കെ മാം, ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു. ഇനിയാണ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്. Reproductive rights are also legal rights that give freedom to individual couple to take decision with regard to reproduction and reproductive health. Freedom ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആൾക്ക് എപ്പം പ്രസവിക്കാം എന്നുള്ളത്. The conceptualization of reproductive health and right can be linked to early women's struggle to determine the right to legal and safe abortion in industrialized countries. Industrialized countries-ലൊക്കെ റൈറ്റ് ഉണ്ട് അബോർട്ട് ചെയ്യാൻ പോലും. അതായത് ഒരു അറിയാതെ എങ്ങാനും ഗർഭിണിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് അബോർട്ട് ചെയ്യാൻ, ഒരു സ്ത്രീ പ്രസവിക്കണം എപ്പോഴാണ് അവളാണ് നിശ്ചയിക്കേണ്ടത്. കാരണം അവൾ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒന്നും റെഡി അല്ലെങ്കിൽ പ്രസവിക്കണ്ട. Later, the concept of women's reproductive health was reformulated in the year of 1994 as International Conference on Population Development, popularly known as Cairo Conference. Cairo Conference emphasized that women's health is socially constructed. Therefore, it is important to understand reproductive health in the context of individual or couple's right to reproductive health. അത് ഇൻഡിവിജ്വലി എന്താണ് കൺസ്ട്രക്ട് ചെയ്യണം. അത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കപ്പിളുടെ റൈറ്റ് ആണെന്ന് ഈ ഒരു കോറിയോ കോൺഫറൻസിൽ തീരുമാനിക്കുകയാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇസ് റെക്കഗ്നൈസ്ഡ് ആസ് ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ ഓൾസോ. ഒരു ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ ആയിട്ടാണ് അതിനെ
കണക്കാക്കുന്നത് ഈ കാരിയോ കോൺഫറൻസിന് ശേഷം. അതിൽ പറയുന്നുണ്ട് വുമൻസ് ഹെൽത്ത് ഇസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്, therefore it is important to understand reproductive health. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സ്ത്രീക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ടെങ്കിൽ കപ്പിളിന് തീരുമാനിക്കാം എപ്പോഴാണ് വേണ്ടത്. അതിന് ഒരു ഹ്യൂമൻ റൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനെയാണ് റീപ്രൊഡക്റ്റീവ് റൈറ്റ് എന്ന്. ഇനി അടുത്തായിട്ട് ഗ്ലാസ് സീലിംഗ്. വുമൺ ഫേസ് 2 types of obstacles to enter and employment. ഒരു എംപ്ലോയ്മെന്റിലേക്ക് കടക്കുമ്പോൾ ഒരു സ്ത്രീ നേരിടുന്ന 2 തടസ്സങ്ങളാണ്. Due to socialization process and patriarchy, society prefer women to choose traditional occupation. ഈ പാട്രിയാർക്കിയും ഒക്കെ കാരണം ട്രഡീഷണൽ ആയിട്ട് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് occupation ഉണ്ട്. Women have to achieve workplace equally to choose an occupation. Secondly, women face obstacles to move upward position in chosen field. കണ്ടോ, women have to achieve workplace equality. ഒരു ഈക്വാലിറ്റി വേണം. അതായത് മെനിയുള്ള അതേ ക്വാളിറ്റി തന്നെ ഇപ്പം ഒരു ഹെഡിനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് ഒരു ലോയറെ തിരഞ്ഞെടുക്കുകയാണ്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, 2 LLB പാസ്സാവണം. ഈക്വലി ക്വാളിറ്റി വേണം. പക്ഷേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ഒരു അപ്വേർഡ് പൊസിഷനിലേക്ക് പോകാൻ. ദിസ് ഇസ് വാട്ട് നോൺ ആസ് ഗ്ലാസ് സീലിംഗ്. അതായത് തിരഞ്ഞെടുക്കുമ്പോൾ 2 ഒരേ ക്വാളിഫിക്കേഷൻ വേണം, പക്ഷെ 3 ഒബ്സ്റ്റക്കിൾസ് ആണ് പ്രൊമോഷൻ. ഓർഗനൈസേഷൻ പ്രിഫർ ടു ഹയർ വുമൺ ഇൻ ലോവർ പൊസിഷൻ. ഇപ്പോഴും ഓർഗനൈസേഷൻ വുമണിനെ ലോവർ പൊസിഷനിലേക്കാണ് ഹയർ ചെയ്യുക. ദ ഓക്യുപ്പേഷൻ ഓഫ് ലോവർ പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ബൈ വുമൺ റിസൾട്ട് ലെസ് കൺട്രോൾ ഓവർ ദ വർക്ക് എൻവയോൺമെന്റ്. കണ്ടോ, ഓക്യുപ്പേഷൻ ലോവർ സ്റ്റാറ്റസ് ആകുമ്പോൾ അവർക്ക് അത്ര എന്തുണ്ടാവില്ല, കൺട്രോൾ ഉണ്ടാവില്ല അവിടെ. ഡ്യൂ ടു ദിസ് വുമൺ ഹാവ് ലെസ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. അതുകൊണ്ട് ലെസ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ആയിരിക്കും. ഓർഗനൈസേഷൻ discriminates women on the basis of sections for promotion. സ്ത്രീ അതിനെക്കൊണ്ട് പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക. They prefer keep women in lower wages. സാലറി കൊടുത്തു കൊടുക്കുക. They get very less opportunity for promotion and upward mobility. പ്രൊമോഷൻ ഒന്നും കൊടുക്കാതിരിക്കുക. ഇതാണ് എന്ത് ഗ്ലാസ് സീലിംഗ്. കണ്ടോ, അതായത് ഒരേ ഇക്വാലിറ്റിയിൽ ആളുകളെ തെരഞ്ഞെടുത്ത് സ്ത്രീക്ക് പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക, ലോവർ വേജ്, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കാതിരിക്കുക, കൺട്രോൾ കൊടുക്കാതിരിക്കുക. ഗ്ലാസ് സീലിംഗ് എന്തുകൊണ്ട്? പക്ഷെ 2 ഒരേ ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. പക്ഷെ സ്ത്രീക്ക് ഇങ്ങനത്തെ ഒബ്സ്റ്റക്കിൾസ് വരുന്നതിനെയാണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നാലാമത്തെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. Workplace or occupational violence in the form of threats and physical or verbal and non-verbal abuse is also concern for many workers. കണ്ടോ, occupational violence അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ വയലൻസ് അതൊരു ത്രെട്ട് തന്നെ. ഹലോ, sexual harassment can be perpetrated by the directed at a range of people, including employees, contractors, clients. It can be subtle to overt and could be deliberate or unintended. Deliberate or unintended. Okay. The types of harassment vary from the abuse of authority or position to relations among co-workers and affiliated personnel to inappropriate behavior toward consultants, clients, and members of the public. കണ്ടോ, ഈ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളോ കോവർക്കറിനെയോ അല്ലെങ്കിൽ പിന്നെ വന്ന ക്ലയൻസിനെയോ ഒക്കെ അബ്യൂസ് ചെയ്യും. അതിനെയാണ് സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ സിറ്റുവേഷൻ വേർ ദർ ആർ ലാർജ് നമ്പർ ഓഫ് യങ് വുമൺ ആൻഡ് ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിൽ സ്ത്രീകളുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് ക്യാൻ ബി കോമൺ ഡ്യൂറിംഗ് ഹയറിംഗ് ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. സിനിമയിലൊക്കെ നടക്കുന്നെന്ന് പറയുന്ന സംഭവം ഇതാണ്. Other particularly vulnerable population of women include those working in educational and training institutions. പിന്നെ കിട്ടുന്നത് എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഡൊമസ്റ്റിക് വർക്കേഴ്സ്, മൈഗ്രന്റ് വർക്കേഴ്സ്, വർക്കേഴ്സ് വിത്ത് ലിറ്റിൽ ജോബ് സെക്യൂരിറ്റി ആൻഡ് വർക്കേഴ്സ് ഇൻ ഓക്യുപ്പേഷൻ where large number of women are supervised by small number of men. പിന്നെ ഹറാസ്മെന്റ് നടക്കുന്ന സ്ഥലങ്ങളാണ് എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഡൊമസ്റ്റിക് വർക്കേഴ്സ് അതായത് വീട്ടുജോലിക്കാർ, മൈഗ്രന്റ് വർക്കേഴ്സ് വേറെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നവർ, ലിറ്റിൽ ജോബ് സെക്യൂരിറ്റി ഉള്ളവർ, അതുപോലെ തന്നെ ഒത്തിരി സ്ത്രീകളെ കുറച്ച് മെന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നടക്കാറുണ്ട്. ഈ അടുത്തിടെ ഇങ്ങനെ കേസ് വന്നിട്ടുണ്ടായിരുന്നു.
ഈ കുട്ടിയുടെ ബട്ടക്സ് പിടിച്ചതാ. പക്ഷേ സംഭവം തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പല സ്ത്രീകളും ഇതിന് പ്രതികരിക്കുന്നില്ല. പേടിയാണ്, ഇനി പ്രതികരിച്ച ജോലി പോവോ, സൂപ്പർവൈസറാണ്. പക്ഷെ കുട്ടി അത് പ്രതികരിച്ചു. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആരും വിശ്വസിച്ചില്ല, ക്യാമറയിൽ അത് ഉണ്ടായിരുന്നു. ഇതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയും. ഓക്കെ ആണോ? ക്ലോസ് റീഡിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, എന്റെ സമയമായിട്ടുണ്ട്. ടെക്സ്റ്റ് ഓർ മെസ്സേജ്, it contains a hidden behind obvious. Every word is invested with meaning. Every sentence can be ഇതിന്റെ ഫുൾ ഇവിടെ വന്നിട്ടില്ല അല്ലെ. ക്ലോസ് റീഡിങ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് എങ്ങാനും പറഞ്ഞു, ഇത്രയും മതി കേട്ടോ. അപ്പൊ ഇത് നമ്മൾ മെയിൻ ആയിട്ടും എടുത്തത് കേസ് സ്റ്റഡീസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറിയും റീപ്രൊഡക്റ്റീവ് റൈറ്റ്സും ഗ്ലാസ് സീലിംഗും എടുത്തിട്ടുണ്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈ ക്ലോസ് റീഡിങ് കംപ്ലീറ്റ് അല്ല, ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണോ? മെയിൻ ആയിട്ട് ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. ഫിഫ്ത്ത് ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇന്ന് 2:30 ആയിരിക്കും കേട്ടോ. 1:30 ആയില്ല, എനിക്ക് ഫുഡ് കഴിക്കണം. 2:30 നമ്മൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഗവർണൻസ്. ബൈ ആൻഡ് ടേക്ക് കെയർ. Okay, ma'am. Thank you.